പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വന്ന അന്തർ സംസ്ഥാന മോഷ്ടാവും നിരവധി കേസുകളുടെ പ്രതിയുമായ ആളിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കുന്നിക്കോട് വിളക്കൊടി സ്വദേശിയായ ഷീജ ഭവനിൽ 39 വയസ്സുള്ള ഷിജു എന്ന് വിളിപ്പേരുള്ള ഷിബുവാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ 100-ലേറെ മോഷണം നടത്തിയിട്ടുള്ളതായി പോലീസ് പറയുന്നു. കൂടാതെ ഈ കുറ്റകൃത്യങ്ങൾ കോടതി ഇയാളെ ശിക്ഷിച്ചിട്ടുള്ളതുമാണ്. പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഡിസംബർ മാസത്തിൽ ആദ്യം ഒരു മോഷണം നടന്നത് നമ്മുടെ വെഞ്ചേമ്പിലാണ്. വെഞ്ചേമ്പിൽ ഒരു ആയുർവേദ ക്ലിനിക്കിൽ കയറി മോഷണം നടത്തി. ഫ്രണ്ട് വാതിൽ തുറന്നകത്ത് കയറി മോഷണം നടത്തി. അതിനുശേഷം മാത്രയിലുള്ള ഒരു വീട്ടിൽ കയറി 3.5 പവൻ സ്വർണം കവർന്നു. അതിനുശേഷം പിന്നെ പിറവന്തൂർ ഒരു NRIയുടെ വീട്ടിൽ കയറി വീടിൻ്റെ ഫ്രണ്ട് വാതിൽ തുറന്ന് സെയിം മോഡസ് ഒരേ രീതിയിലുള്ള മോഷണം നടന്നു. അതിനുശേഷം നമ്മുടെ ഫയർഫോഴ്സ് ഓഫീസിന് എതിരെയുള്ള വീട്ടുകാർ എറണാകുളത്ത് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് വീട് കുത്തി തുറന്ന് വീടിനകത്ത് കയറി സ്വർണ്ണം കവർന്നു. തുടർച്ചയായ കുറച്ച് മോഷണങ്ങൾ. അപ്പം ഈ മോഷണ രീതി കണ്ടിട്ട് നമ്മൾ ഏകദേശം ആ രീതിയിലൊരു അന്വേഷണം നടത്തുകയും ഫിംഗർ പ്രിൻറ്റിൻ്റെയും അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് മോഷണം നടന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ പോലീസ് മേധാവി ഒരു സ്ക്വാഡ് രൂപീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പോലീസുകാരെ ചേർത്ത് ഒരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് നടന്ന തുടർച്ചയായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഷിജു, പിന്നെ ഷിബു എന്ന് വിളിക്കും, വിളക്കുടിയിലാണ് വീട്. വിളക്കുടി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് വീട്. 2017 ശേഷം മിക്കവാറും തമിഴ്നാടും ബാക്കിയുള്ള സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. ഈ കഴിഞ്ഞ 2024 ഡിസംബർ മാസം 6-ാം തീയതി ആന്ധ്രയിലെ തിരുപ്പതി ജയിലിൽ നിന്നുമാണ് റിലീസായത്. അതിനുശേഷം പിന്നെ തമിഴ്നാട് താമസിച്ചുകൊണ്ട് തെങ്കാശി, ചെങ്കോട്ട ചില ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് രാത്രിയിൽ കേരളത്തിൽ വരികയും കേരളത്തിൽ പുനലൂർ കേന്ദ്രീകരിച്ച് വരികയും അതിനുശേഷം മോഷണം നടത്തി തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു പതിവ്. തുടർച്ചയായ മോഷണം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണം നടത്തിയത്. പ്രതിയെ പിടിക്കാൻ ചെന്ന സമയത്ത് തന്നെ പോലീസിനെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ബ്ലേഡ് അല്ലെങ്കിൽ സർജിക്കൽ ബ്ലേഡ് മറ്റായുധങ്ങൾ ഉപയോഗിച്ച് ഇന്നലെ പിടിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. ഇളമ്പൽ പാപ്പരങ്കോട് വെച്ചാണ് പുനലൂർ SHO രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ സാഹസികമായി പിടികൂടിയത്. ഈ സമയത്ത് ഷിബുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സനോജ് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് ഇതിൽ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ സ്ഥലത്തെല്ലാം നടന്ന മോഷണം ഇയാൾ തന്നെ നടന്നു. അതിൽ നമുക്ക് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ വാഴത്തോപ്പ് പിറവന്തൂർ ഭാഗത്ത് കാണുന്ന മോഷണത്തിൽ ഇയാളുടെ പങ്ക് തെളിയിക്കാനുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രീതിയാണ് ഷിബുവിൻ്റേത്. ഇത്തരത്തിലുള്ള വീടുകൾ ഷിബു നേരത്തെ എത്തി ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം രാത്രിയിലെത്തിയാണ് മോഷണം നടത്തി വന്നിരുന്നത്. പുനലൂർ ഫയർഫോഴ്സ് സ്റ്റേഷന് എതിർവശത്തുള്ള വീട് കൂടാതെ പുനലൂർ മാത്രയിലുള്ള ടാക്സി ഡ്രൈവറുടെ വീട്, പിറവന്തൂർ വാഴത്തോപ്പിലെ വീട്, വെഞ്ചേമ്പിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള മോഷണങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ പിന്നിലും ഷിബുവാണെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഷിബു കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കൂ എന്നും പോലീസ് പറഞ്ഞു.